You are watching TV Next. എന്റെ പേര് അഡ്വക്കേറ്റ് പുഴുക്കുന്ന് സുരേന്ദ്രൻ. ഞാൻ വളരെ കാലമായി തിരുവനന്തപുരത്ത് കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ അവസാന ഈ പുസ്തകം എന്ന് പറയുന്നത് ജാതി, സെൻസസ്, പിന്നെ സംവരണ എന്ന പേരിലുള്ള ഒരു ലഘു പുസ്തകമാണ്. ഇത് ഒരു ഗവേഷണപരമായ രീതിയിൽ 2 വർഷക്കാലം പ്രയത്നം ചെയ്ത് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയ പുറത്ത് റിലീസ് ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം വന്നു. അതായത് ജാതി സെൻസസ് നടത്താൻ പോകുന്നത് 2026 പറയുന്നത്. അത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഈ ജാതി സെൻസസ് നടക്കാതെ എങ്ങനെ ജാതി സംവരണം നടപ്പിലാക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ജാതി സംവരണത്തിന് വേണ്ടിയുള്ള സെൻസസ് നടന്നത്. ആ 1936-39 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലുള്ള സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ജാതി സംവരണം നടപ്പിലാക്കുന്നത്. അത് പ്രായോഗികമായി തെറ്റാണ്, അത് ശാസ്ത്രീയപരമായി ശരിയല്ല, അത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഭരണഘടന ഉണ്ടായതിനു ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന ഉണ്ടായതിനു ശേഷം എടുക്കുന്ന ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജാതി സംവരണം എന്നാണ് പൊതുവിൽ എല്ലാ ജാതി സംഘടനകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഒരു ജാതി സംഘടനയുടെ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ എന്റെ പുസ്തകത്തിനകത്ത് ഒരു ജാതിക്ക് വേണ്ടിയോ അനുകൂലമായോ പ്രതികൂലമായോ എഴുതിയിട്ടില്ല. ഇതിന്റെ സത്യാവസ്ഥ, നിജസ്ഥിതി പുറത്തു വരുന്ന തരത്തിലുള്ള ആധികാരികമായ പഠനം നടത്തി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ആദ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ഈ മേഖലയിൽ കൈവച്ചതായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. ഈ പുസ്തകം പുറത്തു വന്നതിന് ശേഷം ചിലപ്പം വിവാദങ്ങൾക്ക് ഇടയാകുന്നു വരാം, ചിലപ്പം അനുകൂലവും പ്രതികൂലമായ അഭിപ്രായങ്ങൾ ഉണ്ടായെന്ന് വരാം. അതൊന്നും ഞാൻ ഒരു ദൂരമായി കാണുന്നില്ല. ഞാൻ എന്റേതായ കാഴ്ചപ്പാടിൽ ഞാൻ തയ്യാറാക്കിയ ഈ പുസ്തകം, ഇതിന് 3-4 പേരുടെ സഹായങ്ങൾ ഈ പുസ്തക രചനയ്ക്ക് ഉണ്ടായതൊഴിച്ച് വേറെ ആരുടെയും കാര്യമായ സഹായങ്ങളില്ല. ഞാൻ പല നിലവിലുള്ള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പല സംഘടനകളിലെയും ഒക്കെ ആധികാരികമായ രേഖകൾ മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നത് പരിശോധിച്ചിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിനകത്ത് ഞാൻ മെയിനായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഈ ജാതികളുടെ സംവരണത്തെ കുറിച്ച് മാത്രമാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സാമ്പത്തിക സംവരണത്തെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക സംവരണത്തെ ഞാൻ അനുകൂലമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നില്ല. കാരണം സാമ്പത്തിക സംവരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രീതിക്ക് വ്യത്യസ്തമാണ്. ഈ സാമ്പത്തിക സംവരണം അത് ഗവൺമെന്റ് അതിനുവേണ്ടി ചില നിബന്ധനകൾ കൊണ്ടുവന്ന് ഭരണഘടനയിൽ അമെന്റ്മെന്റ് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സാമ്പത്തിക സംവരണം. ജാതിപരമായി നിരവധി ജാതികൾ, 3000-ലേറെ ജാതികൾ ഇന്ത്യയിൽ ഔദ്യോഗികമായി ഉണ്ടെന്നാണ് പറയുന്നത്. അത് വ്യക്തമായി ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ജാതി സെൻസസ് കഴിഞ്ഞാലേ പറയാൻ പറ്റും. ഓരോ ജാതികളിൽ എത്ര ലക്ഷം പേരുണ്ടോ, എത്ര 1000 ഉണ്ടോ, എത്ര 10,000 ഉണ്ടോ എന്നൊക്കെയുള്ള വ്യക്തമായ കണക്കും സെൻസസ് ശേഷം പറയാൻ പറ്റും. അതൊക്കെ ഞാൻ ഒരു ഉദ്ദേശ കണക്കിൽ മാത്രമേ ഞാൻ എന്റെ പുസ്തകത്തിനകത്ത് വിവരിച്ചിട്ടുള്ളൂ. പിന്നെ ജാതികളുടെ എണ്ണത്തെ കുറിച്ച് വിവരിച്ചിട്ടില്ല. പക്ഷേ കോമണായിട്ട് ഞാൻ ജാതികൾ 3000-ലേറെ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ജാതി ഉണ്ടെന്ന് ഇപ്പോഴും വ്യക്തമായി നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു ഉദ്ദേശ കണക്ക് മാത്രം. എന്നാൽ ഈ ജാതികള് പിന്നോക്ക ജാതികളും അതുപോലെ തന്നെ ദളിത്, മറ്റു വിഭാഗങ്ങൾ, ന്യൂനപക്ഷം, ഇതെല്ലാം നോക്കിയാൽ 85%-ലേറെ ഇന്ത്യയിലുണ്ട്. എന്നാൽ അവർക്ക് സംവരണം വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. 15% വരുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക്, നായരടക്കമുള്ള നമ്പൂരി, പട്ടം തുടങ്ങിയ ആൾക്കാർക്കാണ് സംവരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മുന്നോക്ക സംവരണം എന്ന് പറയുന്ന സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ഗവൺമെന്റ് 2019 മുതൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മറ്റു ജാതികൾക്ക്, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാണ്, നാടാർ സമുദായത്തിന് ഇന്ന് വിദ്യാഭ്യാസ സംവരണം ഇല്ല. ഉറപ്പായിട്ടും അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നാടാർ സമുദായത്തിന് വിദ്യാഭ്യാസ സംവരണം ഇല്ല. എന്നാൽ തൊഴിൽ സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാമമാത്രമായ വിരളിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുന്ന അവസ്ഥയിലുള്ള തൊഴിൽ സംവരണമുണ്ട്. കാരണം SIUC എന്ന് പറയുന്ന ഒരു നാടാർ വിഭാഗമുണ്ട്, ഹിന്ദു നാടാർ വിഭാഗമുണ്ട്. ഇത് രണ്ടിലും പെടാത്ത കുറച്ചുപേരെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി OBC എന്ന് പറഞ്ഞ് കേരള സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിന് ശേഷം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അവർക്ക് 1% ആ 1% എന്ന് പറയുന്നത് 73 പിന്നോക്ക ജാതിയിൽ ഉൾപ്പെട്ട ജാതികളുടെ കൂട്ടത്തിൽ വരുന്ന വിഭാഗമാണ് നാടാരി. അവർക്ക് അങ്ങനെയാണ് സംവരണം പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും കൂടി 1%. അപ്പൊ ഈ സംവരണമൊക്കെ നമുക്ക് നാമമാത്ര സംവരണമാണ്. അപ്പൊ ഈ സംവരണത്തിൽ മാറ്റം വരുത്തി നാടാരെ തന്നെ പല തട്ടുകളെ തിരിക്കാതെ അവർക്കെല്ലാം ഒറ്റ സംവരണമായിട്ട് കൊടുക്കണം എന്നൊരു അഭിപ്രായം കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പൊതുവിൽ ആ സമുദായ സംഘടനയും ആവശ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ അനുകൂലിക്കുന്നുണ്ട്. ചില ജാതികളെ കുറിച്ച് ഞാൻ കുറച്ച് വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജാതികൾ, ഒരു വിരലിലുണ്ടാവുന്ന ജാതികളെ കുറിച്ച്
നാടാര്, നായര്, ഈഴവ സമുദായത്തിൽപ്പെട്ട, പുലയർ സമുദായത്തിൽപ്പെട്ട ഇങ്ങനെയുള്ള കുറച്ച് അറിയപ്പെടുന്ന കേരളത്തിലെ ജാതികളെ കുറിച്ചുള്ള അവരുടെ ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഈ പുസ്തകത്തിനകത്ത് ചേർത്തിട്ടുണ്ട്. അവരുടെ ജാതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പത്തി, അവരുടെ അവസ്ഥ, ഇതെല്ലാം ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളൂ. കുറച്ച് പേജുകളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജാതികളുടെ സെൻസസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് സെൻസസ് എന്ന് പറയുന്നത്? മനുഷ്യർക്ക് സെൻസസ്, മനുഷ്യരുടെ എണ്ണ എടുക്കണമെങ്കിൽ സെൻസസ് വേണം. അപ്പൊ ആ എണ്ണത്തോടൊപ്പം തന്നെ ജാതിപരമായി തരംതിരിച്ചുള്ള സെൻസസ് അത്യാവശ്യമാണ്. അത് നടക്കുന്നില്ല, ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം നടക്കുന്നില്ല എന്ന് ആ പുസ്തകത്തിനകത്ത് ഞാൻ അത് പറയുന്നുണ്ട്. അത് പുസ്തകം വായിക്കുമ്പോൾ വരുന്നുണ്ട്. വായിക്കുന്ന വായനക്കാർ അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചുരുക്കിയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സെൻസസ് കഴിഞ്ഞിട്ട് മാത്രമാണ് യഥാർത്ഥ സംവരണം നടപ്പിലാക്കേണ്ടതെന്നാണ് ആ പുസ്തകത്തിനകത്ത് ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ടാണ് ആ പുസ്തകം സമാപിക്കുന്നത്. ആ പുസ്തകം 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് ജാതി, അതുപോലെ എന്താണ് സെൻസസ്, എന്താണ് ജാതി സെൻസസ്, പിന്നെ എന്താണ് സംവരണം, അതിന്റെ പ്രാധാന്യം, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ചുരുക്കിയാണ് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനേക്കാളും വിവരിച്ച് എഴുതണമെന്നുണ്ടായിരുന്നു. എന്റെ പരിമിതികൾക്കൊന്ന് ഉള്ളിൽ നിന്ന് എഴുതുമ്പോൾ ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റൂ. അതുകൊണ്ട് വളരെ ചുരുക്കിയാണ് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പുതിയൊരു എഡിഷൻ എനിക്ക് ഇറക്കണമെന്നുണ്ട്. ആ ഇറക്കണത് ജാതി സെൻസസ് സെൻട്രൽ ഗവൺമെന്റ് നടത്തി പൂർത്തിയാക്കിയതിന് ശേഷമേ അതിന്റെ ഒരു അടുത്ത ഭാഗം ഇറക്കുകയോ അതല്ലെങ്കിൽ ഇതിനെ വിപുലീകരിച്ചുകൊണ്ട് ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ഇറക്കണമെന്നും മനസ്സിലാഗ്രഹമുണ്ട്. അപ്പൊ ഈ ജാതിപരമായി എല്ലാവരും സംഘടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. സെൻസസിന്റെ മുറവിളി നടക്കുന്നുണ്ട്. ഞാൻ ഈ പുസ്തകത്തിന്റെ രചന ആരംഭിച്ചത് 2 കൊല്ലത്തിന് മുമ്പ് ആരംഭിച്ചതാണ്. ഞാൻ വേറെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വിവരമായ രീതിയിൽ ഒരു പഠനം നടത്തിയ ഒരു പുസ്തകം ഇതാദ്യമാണ്. വേറെ കൊച്ചു പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ക്വിസ് പുസ്തകങ്ങളാണ്, ചരിത്ര ക്വിസ് എഴുതിയിട്ടുണ്ട്, സഹകരണ ക്വിസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഒരു വലിയ പുസ്തകം എഴുതിയത് കവടിയാർ ഇന്റിമേറ്റ് പബ്ലിക്കേഷൻസ് എഴുതിയ ത്രിഭാഷ കോശമാണ്. അത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ ചേർത്ത് എഴുതിയതാണ്. അത് എന്റെ കൂടെ സഹായിയായി ഡോക്ടർ ഷീല എന്ന് പറയുന്ന ഒരു ഹിന്ദി ടീച്ചറും കൂടി ചേർന്നാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം വിലപിടിപ്പുള്ള പുസ്തകമാണ്. 590 രൂപ വരെ ഇട്ട വലിയ പുസ്തകമാണ്. ആ പുസ്തകം അവൈലബിൾ ആണ് പലയിടത്തും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പുസ്തകം. പിന്നെ കൊച്ചു പുസ്തകങ്ങൾ വേറെ എഴുതുന്നത്. വീട്ടില് എന്റെ ഭാര്യയുണ്ട്. ഭാര്യ കോഓപ്പറേറ്റീവ് ബാങ്കിലെ സീനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. മകൻ ഒരാളേ ഉള്ളൂ. അദ്ദേഹം ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റിന്റെ ഈ ജോലിക്കടെ എങ്ങനെയാണ് ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ എഴുത്ത് ഇടയിൽ വന്നത്? അഭിഭാഷക ജോലി തന്നെ ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ്. കേസുകൾ ആവശ്യത്തിനെ കൊണ്ട് പല കോടതികളിൽ ഞാൻ പോകുന്നുണ്ട്. നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, വഞ്ചൂർ കോടതികളിലാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. പല ആരോഗ്യ പ്രശ്നങ്ങളിടയിൽ നിന്ന് തന്നെ സമയം കണ്ടെത്തി രാത്രി സാഹചര്യങ്ങളിലാണ് റെഫർ ചെയ്യാറുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് വയ്ക്കാറുള്ളത്. പിന്നെ വാർത്തകളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നതൊക്കെ കുറിച്ച് വെച്ച് അതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ്, പല പുസ്തകങ്ങൾ എടുത്ത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കുന്നത്. അങ്ങനെ 2 കൊല്ലത്തിലേറെ ശ്രമം കൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ഇത്രയും ഒരു ശ്രമം നടത്തിയ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.